അതെ, ഇന്ന് നമ്മൾ വെച്ചത് നാടൻ അവരയ്ക്ക ഉപ്പേരിയാണ്. നമുക്ക് ഫ്രഷ് ആയിട്ടുള്ള അവരയ്ക്ക കുറച്ച് കിട്ടിയിട്ടുണ്ട്. ഇനി അതിനെ പൊട്ടിക്കാൻ വേണ്ടി നമുക്ക് കത്തി എടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. നമുക്ക് കൈ വെച്ച് തന്നെ ഇങ്ങനെ പൊട്ടിച്ചെടുക്കാം. അവരയ്ക്ക ഇങ്ങനെ വെള്ളത്തിലിട്ട് കുറച്ച് സമയം വെക്കുമ്പോണ്ടല്ലോ അത് കുറച്ചുകൂടെ ഒന്ന് വലുതായി വന്നിട്ടുണ്ടാവും. അപ്പോൾ അങ്ങനെ വെക്കുമ്പോൾ കറിക്ക് നല്ല ടേസ്റ്റും ഉണ്ടാവും. അതുപോലെ തന്നെ കുറച്ച് ഫ്രഷ്നെസ് ഒക്കെ ഉള്ള പോലെ തോന്നിയിട്ടുണ്ട്. അവരൊക്കെ പൊട്ടിച്ച് കഴിഞ്ഞ് ഇങ്ങനെ വെള്ളത്തിലിട്ട് വയ്ക്കാം. അതെങ്ങനെ 15-20 മിനിറ്റ് അങ്ങനെ കിടക്കട്ടെ. ആ സമയം നമുക്ക് കടുക് താളിക്കാനുള്ള ചെറിയുള്ളിയും പച്ചമുളകും ഒന്ന് കട്ട് ചെയ്തെടുക്കാം. ചെറിയുള്ളി ഞാനിവിടെ നീളത്തിലാണ് കട്ട് ചെയ്തെടുക്കുന്നത്. ചതച്ചെടുക്കുന്നതായിരിക്കും നല്ലത്. ഇനി നമ്മൾ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ കടുക് പൊട്ടിക്കുന്നുണ്ട്. പൊട്ടിക്കഴിഞ്ഞ് നമ്മൾ ചെറിയുള്ളി ചതച്ചത് ഇട്ട് കൊടുക്കുന്നുണ്ട്. കുറച്ച് വാടി വരുമ്പോൾ നമുക്ക് കറിവേപ്പില, പിന്നെ കഴുകിയെടുത്ത അവരയ്ക്ക ഇട്ട് കൊടുക്കാം. ആ വെള്ളം മാത്രം, കഴുകിയെടുത്ത വെള്ളം മാത്രം മതിയാവും. പിന്നെ എക്സ്ട്രാ വെള്ളമൊന്നും ആവശ്യമില്ല. മഞ്ഞൾപ്പൊടി കുറച്ചിട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ പച്ചമുളക് അരിഞ്ഞത്, പിന്നെ ആവശ്യത്തിന് ഉപ്പ്. പിന്നെ അടച്ചു വെച്ച് നന്നായി മിക്സ് ചെയ്തിട്ട് അടച്ചു വെച്ച് വേവിക്കാം. ഇടയ്ക്കൊന്ന് തുറന്ന് ഇളക്കി കൊടുക്കണം. 2-3 തവണ ഒന്ന് ഇളക്കി കൊടുത്താൽ വെള്ളം വറ്റുന്നത് വരെ ഒന്ന് വേവിച്ചെടുക്കുക. സിമ്മിലിട്ട് വെക്കണം. അങ്ങനെ നമ്മുടെ അവരയ്ക്ക ഉപ്പേരി റെഡി ആയിട്ടുണ്ട്.